എൻ്റെ ഇവിടെയൊക്കെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഒന്നുകൂടെ പറയാ, ശരിയായില്ല. നമ്മളിനി ഇത് മറച്ചിടാൻ വേണ്ടി പോവാണ്. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. ഈ പ്ലേറ്റ് ഒന്ന് ഇത്തിരി ഭംഗിയാക്കണം. എന്നിട്ട് എപ്പോഴാ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ് ചാനൽ ഇതാക്കണം? അപ്പോ I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വക വലിയൊരു പാചക പരിപാടി ഉണ്ട്. ഏതായാലും ആ ഒരു പാചക പരിപാടിയിലേക്ക് ഞാൻ എന്താണെന്ന് കുക്ക് ചെയ്യാൻ പോണെന്നൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കുക്കിംഗ് ടാസ്ക് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണേന്ന് കാണിക്കണതിന് മുമ്പായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടേ ഞാൻ എന്താ പറയുക, ഓരോ പ്രൊഡക്ട്സ് വരുമ്പോഴും അതെല്ലാം യൂസ് ചെയ്ത് നോക്കാറുണ്ട്, മാർക്കറ്റിൽ പുതിയ പ്രൊഡക്ട്സ് അവൈലബിൾ ആകുമ്പോൾ. അപ്പം ഇപ്പോൾ എൻ്റെ CTM റുട്ടീൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോംസ്കോന്റെ അണ്ടർ ഐ ക്രീം എൻ്റെ ഭയങ്കര ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അണ്ടർ ഐ ക്രീം, അതുപോലെ തന്നെ മോർണിംഗ് യൂസ് ചെയ്യേണ്ട ക്രീമും നൈറ്റ് ക്രീമും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം കേട്ടോ. അതായത് ഇതാണ് മോംസ്കോന്റെ ഏറ്റവും എനിക്കിപ്പോ ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ CTM റുട്ടീനിൽ ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്യണേ. CTM എന്ന് പറയുമ്പം കുറെ പേർക്ക് ഇപ്പോഴും അറിയില്ല. അതായത് CTM റുട്ടീൻ നമ്മളൊരു ദിവസം നമ്മുടെ സ്കിന്നിനെ എൻഹാൻസ് ചെയ്ത് വെക്കാൻ, പോസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്നെല്ലാം ഹെൽത്തി ആക്കാൻ, പിന്നെ ബമ്പൊക്കെ വരില്ലേ, അതുപോലെ ഈ പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ CTM എപ്പോഴും ഫോളോ ചെയ്യണം. CTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസർ, ടോണർ, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ. അപ്പം എനിക്ക് മോംസ്കോന്റെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഐ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇതാണ് നാച്ചുറൽ വീറ്റ റിച്ച് ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആക്ച്വലി നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വെറ്റ് ആണെങ്കിലും ഡേർട്ട് ആണെങ്കിലും ഫേസിലുള്ള എന്താ പറയുക അങ്ങനത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം പോയിട്ട് നല്ല ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഡ്രൈ സ്കിന്നിനെ വരെ മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ആക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇതിൽ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണുള്ളത്. അപ്പം വൈറ്റമിൻ C ഉണ്ട്, അതുപോലെ തന്നെ B3 ഉണ്ട്, പിന്നെ B5 ഉണ്ട്, പിന്നെ ഇതിൽ ഹയാലുറോണിക് എന്ന് പറഞ്ഞിട്ട് ഒരു ആസിഡ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകതയാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റൻ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിനൊക്കെ ശേഷം നമ്മുടെ CTM റുട്ടീൻ കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടൊക്കെ തൊടാം അല്ലേ. അപ്പം ഫസ്റ്റ് ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പം ഫേസിൽ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഏറ്റവും നമുക്ക് ഫേസ് വാഷ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു വരാം.
ആക്കും. പിന്നെ ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഇതിൽ വൈറ്റമിൻ സി റിച്ച് ആണ്, ഒരു ഫെയർ ടോണിലേക്കും അതുപോലെ സ്കിന്നെ ഹെൽത്തി ആക്കാൻ സഹായിക്കും. പിന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഒക്കെ ഇതിലുണ്ട്. ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ, നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒരുപാട് മാജിക്സ് ഒക്കെ കാണിക്കുക. പിന്നെ അത് മാത്രമല്ല ഇത് ഈ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ, ഭയങ്കര ഓയിലി സ്കിന്നാണ്, ഒരുപാട് ഇപ്പോൾ ഓയിലി എഫക്റ്റ് ആണ് നിങ്ങളുടെ സ്കിന്നിലുള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ടും സഹായിക്കും കേട്ടോ. പിന്നെ ഇതിൽ നിയാസിനമൈഡ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഇതിൽ ബോഡി ശരിക്കും സ്കിന്നിനെ ടോൺ ആക്കാനും ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇപ്പൊ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് വെച്ചാലും മതി. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്, നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നാച്ചുറൽ വീറ്റാ റിച്ച് ഫേസ് ക്രീമാണ്. അപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി ആവുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ഇതിലേക്കും കൂടെ പോവാം കേട്ടോ. അപ്പോഴാണ് CTM റുട്ടീൻ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതാണ് നമ്മുടെ ഫേസ് ക്രീം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ ടോണിനെ ഒന്ന് ഈവൺ ആക്കാനായിട്ടും ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിന്റെ പ്രത്യേകത അത് ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, B3 ഉണ്ട്, അതുപോലെ B5 ഉണ്ട്, E ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പറയില്ലേ ഹൈയാലുറോണിക് ആസിഡ്, അതും ഇതിലുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതും അതെ, ഒരു 2-3 ഡ്രോപ്പ് മതി. ഈ ക്രീമിന്റെ പ്രത്യേകത, എനിക്ക് എപ്പോഴും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. തിക്കായിട്ടുള്ള ക്രീംസ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നല്ലൊരു ഫിനിഷിംഗ് ആണ് നമ്മുടെ സ്കിന്നിൽ തരും. ഒരു ഇത്തിരി മതി, അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഷോട്ടോ അപ്ലൈ ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരിയും കൂടെ എടുക്കണേ. ഫൈൻ. ഇനി നല്ല കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ CTM റുട്ടീൻ എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾക്ക് വേണം, മീൻസ് ക്ലെൻസർ, അതുപോലെ തന്നെ ഒരു ടോണർ, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ മോംസ്കോൺ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് നല്ലൊരു റിസൾട്ട് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ മോംസ്കോ. അപ്പോൾ ഈ ഒരു മോംസ്കോന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറയുമ്പോൾ അത്രയും ട്രസ്റ്റ് വർത്തി ആണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഈ ഓരോ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കോഡ് കിട്ടിയിട്ടുണ്ട്, ലക്ഷ്മി 15 എന്നാണ്. സോ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നേരെ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പൊട്ടൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആയിട്ട് വരാം കേട്ടോ. ഈ മുഖത്തി മണിക്കൊന്ന് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഞാൻ എന്താ കുക്ക് ചെയ്യണമെന്നുള്ളത് അറിയണ്ടേ? പോരും. നമ്മുടെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്നാണല്ലോ പറയുക. പക്ഷെ ഞാനിന്ന് അടുക്കളയിൽ തന്നെയാണ്. അടുക്കളയിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് വർക്ക് ഏരിയ വരെ പോകും. ഓ ശുഭലക്ഷണം. ഞാനേ ഒരു പട്ടിക്കുട്ടിയും കൂടെ ഇപ്പോൾ വീട്ടിലുണ്ട്, സ്കൂബി എന്ന പേര്, പാപ്പവും സ്കൂബിയും. അപ്പം ഞാൻ ക്യാമറയ്ക്ക് മുന്നിലാന്ന് പറഞ്ഞാൽ അവൻ അപ്പം എന്നെ ശല്യപ്പെടുത്തണം, അതിൻ്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോബോ കേൾക്കുന്നുണ്ടോ? പാപ്പ കൂടെ ഉണ്ട്, അവളങ്ങനെ അത്ര ടെററല്ല, പുറത്തുള്ള ആൾ കുറച്ച് ടെററാണ്, എനിക്ക് പേടിയാ. ഓക്കെ, അപ്പോഴേ കുറേ ദിവസത്തിന് ശേഷം, എൻ്റെ ശബ്ദം കൂടെ കേൾക്കണോണ്ടാണ് അവിടെ കുറച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം, ഷൂട്ടിനൊക്കെ ശേഷം ഞാനിന്ന് വീട്ടിലുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ചോറുണ്ണാനായിട്ട് കൊതിയായിട്ട് വയ്യ. അപ്പോൾ അമ്മയെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, കയ്യിലെ വള ഊരി പോവില്ലല്ലോ, വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാൻ. എന്നാൽ പിന്നെ വള ഊരി വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഉണ്ടാക്കാൻ ഭയങ്കര ടഫായിട്ടുള്ള, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അമ്മൂമ്മ എന്നില്ല. അപ്പം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് വരാം. അപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അത്രേ ഉള്ളൂ, ഞാൻ പോയി എടുത്തിട്ട് വരാം.
അമ്മ വെച്ചിട്ടുണ്ട്. തൊട്ട് കൂട്ടാനുള്ള ഉപ്പും മുളകും ചാലിച്ചതാണ് ഞാൻ ചാലിക്കാൻ പോണേ. അപ്പം ചുവന്ന മുളക് വേണം, കുഞ്ഞുള്ളി വേണം, പിന്നെ കുറച്ച് പുളി വേണം, ഉപ്പ് വേണം, വെള്ളം വേണം, പിന്നെ ആവശ്യത്തിന് എന്താ പറയുക വെളിച്ചെണ്ണ വേണം. നല്ല I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. പക്ഷേ നമ്മുടെ കൺട്രോളിങ് പവറാണ് ഇവിടെ ആവശ്യം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ തോന്നിയപ്പോൾ ഉണ്ടായൊരു മോഹേ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രാത്രി ആവാറായിട്ടുണ്ട്. കാരണം അത്ര നേരം ബ്രേക്ക് ആയിരുന്നു, ഞങ്ങൾക്ക് ചുമച്ച് ഒന്നും പറ്റണില്ല. ഓക്കെ, അപ്പോളേ വെറുതെ പറഞ്ഞാണ് കേട്ടോ, അധികം നേരം ആയിട്ടില്ല. ഒരു 2 മണിയാകുമ്പോഴേക്കും ചോറുണ്ണാൻ പറ്റുന്നതാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ എന്താ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. തൊലി കളയണം.
യെസ്, അപ്പൊ ഇപ്പൊ ചെയ്തൊന്നും ഒരു ജോലിയല്ല, ഇനി നമ്മൾ ചെയ്യാൻ പോണതാണ് ജോലി. എൻ്റെ അമ്മൂമ്മ, എൻ്റെ രാജമോളെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി അമ്മൂമ്മയെ പറ്റി പറയണമെങ്കിൽ ഞാൻ ശരിക്കും ഒരു ആങ്കർ ആവാൻ കാരണം തന്നെ എൻ്റെ അമ്മൂമ്മയായിരുന്നു. അമ്മൂമ്മ കളക്ടറേറ്റിൽ സൂപ്രണ്ടൊക്കെ ആയിരുന്നു. അമ്മൂമ്മയാണ് എന്നെ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഇപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ മുളകും ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിലേ ഇതാ പതുക്കെ കുറച്ച് പുളിയും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതിട്ടിട്ട് ഞെരടാൻ പോവാ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം പൊട്ടണ ശബ്ദം കേൾക്കണം. എത്ര ആൾക്കാർ കൈ കൊണ്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. സ്വാദ് കൂടണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യണം. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം. ആ പൊട്ടണ ശബ്ദത്തിലാണ് ഇങ്ങനെ ഞെരടാണ്. എൻ്റെ അമ്മൂമ്മ പല്ല് അടിച്ചു പിടിക്കുന്ന പറഞ്ഞില്ലേ, ഞാനും. കുറച്ചും കൂടെ പുളി ആഡ് ചെയ്യാം. അമ്മൂമ്മയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഫുൾ പേസ്റ്റ് ആവും കേട്ടോ. ഇനി ഞാൻ ഈ ബാക്കിയുള്ള പുളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാ. ഫുള്ളായിട്ട് ചതച്ചിട്ട്, അയ്യോ എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് പുളിയും ഉപ്പും മുളകും അതുപോലെ തന്നെ ഉള്ളിയും പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട്, കല്ലുപ്പ് നല്ലതാണ്, കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്. കൊണ്ടയിലൊക്കെ കൊണ്ടാണല്ലോ. ഞെരടി കണ്ടോ? കണ്ണീന്നൊക്കെ ചിലപ്പോൾ വെള്ളം വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാ. ഇനി നമ്മൾ ഉപ്പിടാൻ പോകും. ചാലിച്ച് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ശരിക്കും ഈ സ്റ്റേജിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. നല്ല കൊഴുപ്പ് കിട്ടും. പക്ഷെ കഞ്ഞിവെള്ളം അമ്മ എടുത്തു വെച്ചില്ല. അമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന്. ഞാനപ്പോൾ നല്ല ലിക്വിഡ് ഫോമിലായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഈ പുളി ഉണ്ടല്ലോ ഇതുമായിട്ട് മെർജ് ചെയ്തിട്ട്, എൻ്റെ വായിൽ ഇപ്പോഴേ വെള്ളം വന്നിട്ട് വയ്യ. ഇത് ആരുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓൾമോസ്റ്റ് ഓക്കെയാണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണ. ഇത് ഇത്രയൊന്നും വേണ്ട, ഇത് 3-4-5 പേർക്ക് കഴിക്കാൻ പറ്റും. കാരണം ജസ്റ്റ് തൊട്ടുകൂട്ടൽ മാത്രമല്ലേ. പക്ഷെ എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ഇനി അടുത്ത ഒരാഴ്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ഓക്കേ, അമ്മ അപ്പുറത്തിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും എന്നെ തിരിഞ്ഞു നോക്കണില്ല. ഓക്കെ, ഏകദേശം ഇതായി. ഒന്നും കൂടെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര ഒഴിച്ചു കൊടുത്താലും ഇങ്ങനെ ഉന്തും വെള്ളവും നമ്മൾ പറയില്ലേ, വെള്ളം കൂടുക അങ്ങനെ വരില്ല. കാരണം പുളി നമ്മൾ എത്രത്തോളം ഇതിലേക്ക് ഇതാക്കുന്നു.
കഴിച്ച് നമ്മുടെ കുട്ടിക്കുമ്പിയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇനി ഞാൻ പോയി ഉറങ്ങാൻ പോവാ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും കുട്ടി മാറ്റം ഉണ്ടെങ്കിൽ എന്താണ് ആ മാറ്റം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കും അത് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുട്ടി റെസിപ്പീസ് ഇതെൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ. അപ്പോൾ ഇതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും നുറുക്കുപടികളും അതുപോലെ കുറച്ച് ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട്, ട്രാവലിലൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ട്? ഇല്ല അല്ലേ? നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പോവാണ്. ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ എന്താ പറയുക, കൂടിൻ്റെ അകത്തിരുന്നുകൊണ്ടെന്ന് നമ്മൾ പറയില്ലേ, അതായത് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെയാണ്. അധികം റിസ്ക് എടുക്കണ്ട പുറത്ത് പോയിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ അതുപോലെ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.